ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കക്കക്കറിയാണ്. ഫ്രഷ് കക്ക വാങ്ങിയിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ അറ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അറക്ക് ഇങ്ങനെ കച്ചറ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തുറപ്പിച്ചിട്ട് ആ കച്ചറ കളയണം, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന വരും. മണ്ണും ചെളിയൊക്കെയാണ് അത്. അപ്പോൾ ഇനി അതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 ചുള വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുക. സവാളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ചെറിയ തക്കാളി കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഈ മസാലകൾ വേവുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. ഇനി ഇതിൽ നമ്മൾ പുഴുങ്ങുമ്പോൾ എടുക്കണ കക്കട വെള്ളമാണ്. ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താലാണ് കക്കക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി അതിൽ കുറച്ച് മാങ്ങ, ഒരു 1.5 മാങ്ങ പുളിയുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം ഓൾറെഡി കക്കട വെള്ളത്തിലൊക്കെ ഉപ്പുള്ള കാരണം ഉപ്പ് പാകത്തിന് നോക്കിയിട്ടിടണം. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കക്കട അറ ഇതിലിട്ട് കൊടുക്കാം. ഞാൻ ഈ അറ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അറ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3/4 തേങ്ങയാണ് ഇത്, ചെറിയ തേങ്ങ. അത് കുറച്ച് പെരുംജീരകം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഈ അരച്ച തേങ്ങ ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കക്കട കറിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണിത്. കക്കട വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ കാരണം അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കി കൊടുക്കാം, പുളി നോക്കി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 2 ഉണക്കമുളകും പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് ഇത് മൂപ്പിച്ചിട്ട് ഈ കറിയിൽ ഒഴിച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റായ കക്കക്കറി റെഡി. നമുക്കിനി ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ ദോശയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ video.